ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മിക്കുവിൻ്റെ മുടി മുറിക്കാൻ പോവാ. 2 വർഷമായില്ല അവളുടെ മുടി മുറിച്ചിട്ട്. 2 വർഷം കൂടി ഇന്ന് മുടി മുറിക്കാൻ പോവാ. അവൾ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. മിക്കു മുടി മുറിക്കാം. പിന്നെ ഇന്ന് പോകുന്നത് ബാ കയറിപ്പോ. ഇതാണ് കേട്ടോ നമ്മൾ മുടി മുറിക്കാൻ പോകുന്ന സ്ഥലം. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ സലോണിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ. ഞങ്ങളവിടെ ചെന്നപ്പം കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് തന്നെ ആള് വന്നു കേട്ടോ. മിക്കുവിൻ്റെ മുടിയാണെങ്കിൽ ചുരുണ്ട മുടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെട പിടിക്കുമായിരുന്നു. എന്നാൽ എപ്പോഴും വരാൻ വേണ്ടിയിട്ട് അവളൊന്നും സമ്മതിക്കുകയില്ല. പക്ഷേ ഇവിടെ കയറ്റിയിരുത്തിയപ്പം പുള്ളീനെ തല തൊടാനൊക്കെ അവൾ സമ്മതിച്ചു. പുള്ളി ഏതാണ്ട് വെള്ളം ഏതാണ്ട് തെളിച്ചിട്ട് വളരെ കഷ്ടപ്പെട്ട് അവളുടെ മുടിയെല്ലാം ചെട വിടർത്തുന്നുണ്ട്. ചുരുണ്ടുമുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുരുണ്ടുമുടി ഉണ്ടെങ്കിൽ അതെങ്ങനെ കെയർ ചെയ്യുന്നതെന്നൊന്ന് പറയണേ. ഉണങ്ങി കഴിയുമ്പോൾ മിക്കൻ്റെ തലമുടി കെട്ടിയേ ചുണ്ടിരിയായോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടെയുള്ള കേരള സ്റ്റോർ. സവാള കൂർക്കെടുക്കാം. അമ്മച്ചിയുടെ കടയിൽ നിന്ന് കുറേ അരി സാധനങ്ങളും ഒക്കെ മേടിച്ചു. ഉള്ളിയൊക്കെ ഇവിടെ കിട്ടും അമ്മച്ചിയുടെ കടയിൽ. എന്ത് ചെയ്യും? മാങ്ങാപ്പഴം ലാസ്റ്റ് മാങ്ങയെന്ന് തോന്നുന്നു. മാങ്ങാപ്പഴം ഇങ്ങനെയൊക്കെയുള്ള മീൻ വെട്ടി വെച്ചിട്ടാണ് ഞാൻ പോയത്. ഇനിയിപ്പോൾ ഇത് കറി വെക്കണം. സമയം 12 മണിയായി. നല്ല വെയിലാണ്. മഴ ഇടയ്ക്കൊന്ന് തൂളിട്ട് പോകും. ഇത് ഇന്നലെ മേടിച്ച ചെടി. ഇത് ഇനി ഇപ്പുറത്തോട്ടൊക്കെ മാറ്റി പിടിപ്പിക്കണം. എങ്ങനെയുണ്ട് മിക്കുവിൻ്റെ മുടി വെട്ടിയിട്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാ നല്ലത്. അവൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പാടാണ് ഇങ്ങനെ. നാളെ കാണാം. ബൈ ബൈ എന്ന് പറയടി. ബൈ.